ഇതുപോലത്തുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? എന്നാൽ നമ്മളിതാ ഇത് സെറ്റായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഒരു ഹെയർ ബോ ചെയ്യാനായിട്ട് എത്ര ബീഡ്സ് വേണമെന്ന്. അപ്പം നമ്മൾ ഇത് ഓരോ ഹെയർ ബോസും ചെയ്ത് നോക്കാനുള്ള ബീഡ്സ് അതേപോലെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മക്കൾക്കൊക്കെ സിമ്പിളായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബീഡ്സും ഐറ്റംസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുന്ന കുറച്ച് ഹെയർ ബാൻഡും ഒക്കെയാണ് കാണിക്കുന്നത്. ഇനി ഇതുപോലത്തെ സാറ്റിൻ ബോ 2 കളേഴ്സ് നമ്മൾ വെക്കുന്നുണ്ട്. 2 കളേഴ്സ് നമുക്ക് ഫ്ലവേഴ്സിന് ചേരുന്ന അനുസരിച്ചുള്ള ആയിരിക്കും കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ ബോസാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഹെയർ ബോസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മോഡലിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ടിക് ഉണ്ട്, അതിൽ ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ പോളൻസ് വരുന്നുണ്ട്. ഈ ഫ്ലവറിന് മാച്ചായിട്ടുള്ള രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇതും വയർ ബോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീഡ്സാണ്. ഇതിൽ നമ്മൾ എൻഡ് ടേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗിൽറ്റർ ട്യൂബ് വെച്ചും ചെയ്യാനുള്ള ഹെയർ ബോസും നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എൻഡ് ടേപ്പും വരുന്നുണ്ട്, എൻഡ് ബീഡ്സും വരുന്നുണ്ട്. ഏതാ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നതെന്ന് തോന്നുന്നത് അത് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 2 എണ്ണം വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ബീഡ്സിലും ഗിൽറ്റർ ട്യൂബും വെച്ചിട്ടുള്ള ഹെയർ ബോസാണ് വരുന്നത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ.